കളഞ്ഞില്ല. അവിടെ അപ്പൂപ്പിനെ കൊണ്ട് കളയണത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ സേഫ് ആയിട്ട് ലോക്കറിൽ വെച്ച്. ലോക്കർ പോലത്തെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചു വിട്ട്. ആരുടെ കയ്യിലാണ് അപ്പൂപ്പിനെ കൊടുത്തേ? ശിവുവിന്റെ കയ്യില്. അളിയാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോ അവനെ അവിടെ വെച്ച് കണ്ട്. ഞാൻ അവന്റെ കയ്യിൽ നമ്മുടെ അപ്പൂപ്പിനെ അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞ്, ഇത് ഭാഗ്യക്കടവുളാണ്, നീ നിന്റെ കടയെ കൊണ്ടുപോയി വെച്ചാ കട കൊണ്ടങ്ങ് കയറുമെന്ന്. ആ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുപോയി വെക്കും കടയില്. പടിഞ്ഞാറ്റോട്ടോ ഇങ്ങോട്ടാ വടക്കോട്ട് നോക്കി. ദൈവമേ, ആ പാവത്തിന് അപ്പൂപ്പൻ എന്തെങ്കിലും ചെയ്യുമോ എന്തോ? ഒന്നും ചെയ്യൂല. അവര് തമ്മിൽ മുൻ പരിചയമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസം ഇല്ലല്ലേ? അല്ല, എന്തായാലും പോയല്ലോ. ചില്ലയോ നിങ്ങളൊക്കെ? അമ്മൂമ്മ വെള്ളം ഉണ്ടോ? അപ്പൂപ്പൻ പോയി. ചതിയാ, ഇറങ്ങി വേടാ ഇങ്ങോട്ട്. ഇതെന്താടാ ഇത്? നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല, നീ തുറന്നു നോക്ക. നീ എന്തിനാണെന്ന് തുറന്നു നോക്കടാ നീ. നിനക്ക് അറിഞ്ഞൂടാ, നിന്റെ ഭാഗ്യക്കടവുള്. Oh my God, Appupan is back. Hi, Rox. Hi, ശിവാനി എന്നാൽ എന്റെ അടുത്ത് ഈ ചതി വേണ്ടായിരുന്നു. ഇവ അത് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ശിവാനി എന്നോട് അത് കാണിക്കണ്ടായിരുന്നു. ഒന്നും ചെയ്തില്ലേ? ഒന്നും എന്നോട് ചെയ്തില്ലേ? ഇവന്റെ കയ്യിൽ ആ പ്രതിമ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞില്ലേ, കടക്ക് നല്ല ഐശ്വര്യം വരും, ഷിബു റോക്സിന്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞ. എന്താ ഉണ്ടായെന്നാ? എടാ, ഇവന്റെ കയ്യിൽ തന്നിട്ട് പറയല്ലേ, ഈ പ്രതിമ കൊണ്ട് കടയെ വച്ചടി കയറ്റായിരിക്കുമെന്ന്. കൊണ്ടങ്ങ് കേറിയടാ, കേറി. എന്താ കേറിയെന്നറിയാമോ? ഒരു ഓട്ടോറിക്ഷ എന്റെ കടയും പൊളിച്ച് അകത്തോട്ട് കേറി. എന്നിട്ടാ ഫ്രണ്ട് മൊത്തം തകർന്ന് ക്ലാസ് ഒക്കെ തുളിയായി പോയി. അതെ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പോഴേ കടയൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചിട്ടും ഈ പ്രതിമ മാത്രം എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. സത്യം. എടാ ചതിയാ, സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും നശിപ്പിക്കാതിരുന്നൂടെ? ഞാൻ പോണ്. വണ്ടി എന്റെ വണ്ടി ഇതും കൊണ്ട് പറഞ്ഞ വഴിക്ക് ഒരു കാനേന് കിടക്കണ്. ഇത് ഞാനും ഇതും മാത്രം റോട്ടിലിങ്ങനെ നിക്കണ്. എന്താ സംഭവിക്കണെന്ന് മനസ്സിലാവണില്ല. ഇനി അത് പോയി നോക്കട്ടെ. കൊള്ളാടാ ശിവു, എന്റെ കട. അയ്യോ, അറിയാൻ വേണ്ടി ചോദിക്കുക. ഇതാരാ? ഇവിടെ അപ്പൂപ്പന്റെ 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 അപ്പൂപ്പന്. അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ആള് മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ? മരിച്ചു. ഇപ്പൊ ആത്മാവ് ഇതിനകത്തുണ്ട്. മരിച്ചു പോയിട്ടും ഒരു സമാധാനം തരുന്നില്ലല്ലോ. നിങ്ങൾക്കൊക്കെ അത് തന്നെ വേണം കേട്ടാ. ചതിയ. ദുഷ്ട പാവ റോക്സിനെ നീ പറഞ്ഞ് കബളിപ്പിച്ചല്ലോടാ നീജ. അല്ലയാ, ആ പാമ്പിടിച്ചന്റെ കട ഒന്ന് നന്നായി കൊടുത്തേക്കണേ. റോക്സിന്റെ നിന്റെ അപ്പൂപ്പന്റെ പരിപാടി അല്ലേ അത്? ഞാൻ എന്തിനാ നന്നാക്കി കൊടുക്കണേ? എന്നാ പിന്നെ അപ്പൂപ്പന്റെ അടുത്ത് തന്നെ പറഞ്ഞേക്ക്. അപ്പൂപ്പന്റെ അടുത്ത് പറഞ്ഞു. അപ്പൂപ്പനെ അവന്റെ റോക്സിന്റെ കൂടെ ഇറങ്ങി പോയ അപ്പൂപ്പൻ. അപ്പൂപ്പ പിന്നെ പോയി. ഞാൻ മുടങ്ങി.
ഉപ്പ കണ്ണ് കാണിക്കല്ലേ, പോയെങ്കിൽ പോയെന്ന് പറ ഉപ്പ. എവിടെ പോയി? എവിടെയെല്ലാം പോട്ട്. ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പേരിൽ പടവലത്തോട്ട് വല്ലതും പോയെങ്കിലേ. അതങ്ങ് ഒഴിഞ്ഞു കിട്ടി. ബാക്കിയുള്ള എന്റെ ഉയിര് പകുതിയും പോയി. മലയക്കുട്ടി അപ്പൂപ്പന്റെ പ്രതിമ കണ്ടായിരുന്നു. നോ റിയാക്ഷൻ. ഓക്കെ, മനസ്സിലാക്കാം. ഇങ്ങനൊക്കെ ഉണ്ടാവും. ഒന്ന് അടിച്ചു നോക്കണോ? എന്താടാ അവിടെ അവിടെ? മറ്റേ പ്രതിമ അവിടെ നോക്കണേ. അവിടെ ഫ്ലവർ വേസിന് പോലെ എന്തോ ഇരിക്കുന്നേന്ന്. അവിടെ ഫ്ലവർ വേസിന് പോലെ എന്താ ഇരിക്കുന്നതെന്ന് നോക്ക് നോക്ക്. ഓക്കെ എന്റെ എന്തോന്ന് ഇരിക്കണെന്ന്. ദുഷ്ട എന്തിനാ പ്രതിമ എടുത്ത് റൂമിൽ വെച്ചേക്കണത്? നിനക്ക് വയ്യേ? കൊള്ളാലോ കേശു, നീ ആണല്ലേ പ്രതിമ എടുത്ത് മാറ്റിയത്? എടാ നിനക്ക് എന്തിന്റെ കടയുടെ ഈ പ്രതിമ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവെക്കേണ്ട കാര്യം? ഞാൻ ഇന്നലെ കൊണ്ടുവച്ചത്. പിന്നെ അതവിടെ ഇരുന്നതാ. അതായത് അതവിടെ ഇല്ലായിരുന്നു, പക്ഷെ അതവിടെ ഉണ്ടായി. ചുമ്മാ കളിക്കല്ലേ കേശുവേ, ഇത് വല്ല പ്രാങ്കോ അങ്ങനെ വല്ലതും ആണെങ്കിലും മര്യാദയ്ക്ക് സത്യം തുറന്നു പറഞ്ഞോ. പ്രാങ്ക ചേച്ചി പോയിച്ചു അവിടുന്ന്. ഞാൻ എന്നോട് തന്നെ പ്രാങ്ക് എനിക്കെന്തരും. ചേച്ചി ആ റൂമിൽ ഞാൻ കേറി പോണ സമയത്ത് അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. ഞാൻ അവിടെ പോയിട്ട് മാലാക കുട്ടിയോട് ചോദിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ വന്നിരിക്കുന്നത് മാലാക കുട്ടി. അത് വിട്, അങ്ങോട്ട് തിരിച്ചു തിരിയുമ്പോ അവിടെ ഇല്ലാത്ത സാധനം അവിടെ വന്നിരിക്കുന്നു. ആ പ്രതിമ അവിടെ വന്നിരിക്കുന്നു. നീ പറഞ്ഞ ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ഇവിടെ അവിടെ തന്നെ ഉണ്ടെന്ന് നോക്കിയാ ചിലപ്പോ എങ്ങോട്ടെങ്കിലും പോയി കാണും. ഓ ഉണ്ടടാ, ഉണ്ട് അവിടെ ഇരിപ്പുണ്ട്. എവിടെയും പോകണ്ടേ?